Okay, good morning to all. Good morning, sir. Good morning, sir. Yes. Nancy, Sabida, Jisha, good morning. Good morning, sir. Good morning, sir. Yeah, so, okay, Shahana, Sabida, Kirtana, good morning. Prayer undo, prayer? Yes, sir. Yes, start. കൈതോഴാം ദേവാ കൈതോഴാം ഞങ്ങൾ കാരുണ്യമേ നിത്യ ചൈതന്യമേ നീ തന്നെ സ്നേഹം നീ തന്നെ ശാന്തി ജീവിത സാരം നീയല്ലയോ ഏഴു സ്വരങ്ങളും നീയല്ലയോ ഏഴു കർമ്മങ്ങളും നീയല്ലയോ അറിവിന്റെ സാഗരം നീയല്ലയോ കനിവിന്റെ തേൻകണം നീയല്ലയോ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ജയ്മോള് പാട്ട് പഠിച്ചിട്ടുണ്ടോ? യെസ് സർ, പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. ആ, പാട്ട് പാടുമ്പോ അറിയാൻ പറ്റും. വൈപ്പില്ലാറേനു ഗുരു അത് സദാനന്ദ മാഷ ഗാനഭൂഷണം. ആ, ഒരു കൊക്കകോള സാറല്ലേ? ആ സാർ മരിച്ചു ഇപ്പൊ. 1 year ആയി. 1 year ആയി. ഓ യെസ് 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 യെസ്, ഞാൻ അറിയാം സാറാണ് പുള്ളി. യെസ്, സദാനന്ദ മാഷ മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ് ജയമോളെ, പാടി. വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ തോട്ട് ഓഫ് ദ ഡേ. സർ, ഞാനാണ്, രേഷ്മയാണ്. പറഞ്ഞോളൂ രേഷ്മ. ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആ സ്വപ്നത്തെ കാണാൻ കഴിയണം. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം. യെസ്, വെരി ഗുഡ് രേഷ്മ. യെസ്, വെരി ഗുഡ്. നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം, ഭാവനയിൽ കാണാൻ പറ്റണം എല്ലാ കാര്യങ്ങളും. യെസ്, നിങ്ങൾ ഇത് കഴിഞ്ഞ് ജോലി കിട്ടി, ടീച്ചറായിട്ട് പോകണമെന്ന് നിങ്ങൾ സ്വപ്നം കണ്ടുപിടിക്കും. നല്ല രസമല്ലേ? യെസ്, കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആളാണ് APJ അബ്ദുൽ കലാം. അങ്ങനെ പറഞ്ഞ ഒരാളാണ്. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം. അദ്ദേഹം പറഞ്ഞു, ചില സ്വപ്നം നമ്മൾ ഉറക്കം കെടുത്തു, അത് നമുക്ക് കിട്ടിയേ തീരുമെന്ന് വിചാരിക്കില്ലേ, അതായിരിക്കണം നമ്മുടെ സ്വപ്നം. ഓക്കെ, very good. Thought of the day. The signing on. Good morning, sir. Yes, Nancy, continue. Yes. The fox and the grapes. One day, a fox was very hungry. He searched for food everywhere. He reached a vineyard. He saw bunches of grapes hanging from the vines. He tried to reach the grapes, but they were too high. He jumped again and again, but could not reach them. At last, he got worn out and said, "These grapes must be sour. I do not want them." Then he ran away. The moral of this story is, it is easy to despise what you cannot have. Thank you and have a nice day, sir. Okay, very good, very good. Have a nice day to all. Okay, very good, very good. Okay, then. Your starting is well. Well begun is half done now. നന്നായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ പകുതി ജോലി അപ്പൊ തന്നെ ഫിനിഷ് ആയി എന്നുള്ളതല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ നമ്മൾ യൂണിറ്റ് നമ്പർ 2 ആണ് നമ്മൾ പറഞ്ഞത്. യൂണിറ്റ് നമ്പർ 3ഉം 4ഉം അത് കുറച്ച് സമയമെടുത്ത് നമുക്കൊന്ന് ആസ്വദിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു കുറച്ച് സമയം പിടിക്കും. അപ്പൊ 3ഉം 4ഉം അവിടെ നിൽക്കട്ടെ, ഞാൻ 5ലേക്ക് വരികയാണ്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് യൂണിറ്റ് നമ്പർ 5 ആണ്, ആർട്ടിക്കിൾ. യൂണിറ്റ് നമ്പർ 5 ആർട്ടിക്കിൾ. അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആർട്ടിക്കിൾ, യെസ്. അപ്പോ ആർട്ടിക്കിൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമാണ്. ഇംഗ്ലീഷില് 2 രീതിയിൽ 2ആയിട്ട് ആർട്ടിക്കിളിനെ വിഭജിച്ചിട്ടുണ്ട്. ഒന്നാമത്തേനെ പറയുന്ന പേരാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും, രണ്ടാമത്തേനെ പറയുന്ന പേരാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും. അതില് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നുള്ളത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം, നമുക്ക് പിന്നീട് നോക്കാം. തൽക്കാലം നമുക്ക് അതിന്റെ അകത്ത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്താണെന്ന് നോക്കാം.
ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദി എന്ന് പറയുന്ന വേർഡാണ്. THE ദി. ഈ ദി എന്ന് പറയുന്ന വേർഡ് എവിടെയെല്ലാം ഉപയോഗിക്കാം? ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷെ നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ദി ചേർത്ത് പറയാറില്ലേ? ദ പ്രസിഡന്റ്, ദി സെക്രട്ടറി, ദി ട്രഷറർ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ദി ചേർത്ത്. അപ്പൊ യൂസ് ഓഫ് ദി എന്നുള്ളതിനെ കുറിച്ചാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നുള്ളതിൽ പറയുന്നത്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. യെസ്. അപ്പൊ നമുക്കറിയാം നൗൺ, ഈ ഇംഗ്ലീഷില് നൗൺ പേര്. ആ പേരിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. ഒരെണ്ണം അതിന് മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ. ഇപ്പൊ ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു ബുക്കുള്ളൂ, ഇപ്പൊ സിംഗുലർ ആണ്. ബുക്സ് എന്നാണെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ട്, അപ്പൊ എന്താണ് അത്? പ്ലൂറലാണ്. യെസ്. ബുക്ക് ഉണ്ട്, ബുക്സ് ഉണ്ട്. യെസ്. ഡോഗ് ഉണ്ട്, ഡോഗ്സ് ഉണ്ട്. അപ്പൊ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും അതിന്റെ കൂടെ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരും. ദി ബുക്ക് എന്ന് പറയാറുണ്ട്, ദി ബുക്സ് എന്നും പറയാറുണ്ട്, ദി TV എന്ന് പറയാറുണ്ട്, പിന്നെ ദി TVs. യെസ്. അപ്പോ അങ്ങനെ നമ്മളിപ്പോ ദി ടേബിൾ, ദി ടേബിൾസ്, അങ്ങനെ ഓരോന്നിന്റെ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും അതിന്റെ കൂടെ എല്ലാം നമ്മൾ ചേർക്കാറുണ്ട്. ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കാറുണ്ട്. നമ്മൾ കോമൺ ആയിട്ടൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. സിംഗുലറിന്റെ കൂടെയും പ്ലൂറലിന്റെ കൂടെയും ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കാറ് ഉണ്ട്. അപ്പൊ കോമൺ ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ. ഇനി ദ മാൻ പറയാറുണ്ട്, ദി മെൻ എന്ന് പറയാറുണ്ട്, ദ ചൈൽഡ് എന്ന് പറയാറുണ്ട്, ദ ചിൽഡ്രൻ. ചൈൽഡ് എന്നുള്ളതിന്റെ പ്ലൂറലാണ് ചിൽഡ്രൻ. യെസ്. അങ്ങനെയും പറയാറുണ്ട്. യെസ്. ഇനി നമുക്ക് വീണ്ടും അടുത്ത വിഷയത്തിലേക്ക് വരാം. ഈ ദി എന്ന് പറയുന്ന സംഗതി അത് ഉപയോഗിക്കുന്നത് ടു സ്പെസിഫൈ സംതിങ് ആണ്. സ്പെസിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എടുത്തു പറയുകയാണ്. അതായത് കോമൺ ആയിട്ടുള്ള കാര്യമല്ല, അതിൽ നിന്ന് ഒന്നിനെ മാത്രം നമ്മൾ എടുത്തു പറഞ്ഞാൽ അതിനെയാണ് അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ദി എന്ന് ഉപയോഗിക്കുന്നു. നിങ്ങൾ രാവിലെ ഉണ്ടാക്കിയത് ഇഡ്ഡലിയാണ്. ആ ഇഡ്ഡലി ആണ് ഡെയിലി ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾ അതിന് ദി ഇഡ്ഡലി എന്ന് പറയും. കാരണം ഇന്നത്തെ ഇഡ്ഡലിക്ക് പ്രത്യേകതയുണ്ട്, അത് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ നമുക്ക് പറയാം ദ ഇഡ്ഡലി വിച്ച് ഐ മേഡ് ഇറ്റ് ടുഡേ ഈസ് വെരി ടേസ്റ്റി. എന്നുണ്ടാക്കാറുള്ള ടേസ്റ്റ് ഉണ്ടാവാറില്ല. പക്ഷെ ദ ഇഡ്ഡലി അപ്പൊ എടുത്ത് പറയുന്നത് ഇഡ്ഡലി. ദ മാൻ, ആ മനുഷ്യൻ, വെറുതെ മാൻ എന്ന് പറഞ്ഞപ്പോൾ ദ മാൻ ഹൂ കെയിം ഹിയർ യെസ്റ്റർഡേ ഈസ് മൈ ഫ്രണ്ട്. ഇന്നലെ ഇവിടെ വന്നതായ മനുഷ്യൻ അതെന്റെ ഫ്രണ്ടാണ്. അപ്പൊ എല്ലാവരും എന്റെ ഫ്രണ്ട് എന്നുള്ള പറഞ്ഞത് ഇന്നലെ ഇവിടെ ആരാണോ സ്പെസിഫൈ ചെയ്യുന്നത്? സംതിങ് ടു സ്പെസിഫൈ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊന്ന് സ്പെസിഫൈ ചെയ്ത് അത് സമയം വന്ന് എടുത്തു പറയുകയാണെങ്കിൽ അതിനെന്ത് പറയണം? ദി അവിടെ. നിങ്ങൾക്ക് ധാരാളം സാരി ഉണ്ടാകും, പക്ഷെ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സാരി നിങ്ങളൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്, നിങ്ങൾക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ദ സാരി വിച്ച് ഐ ഗോട്ട് ഓൺ മൈ ബർത്ത്ഡേ ഈസ് ദിസ്. എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ സാരി അത് ഇതാണ്. അപ്പൊ സാരി വിച്ച് ഐ ഗോട്ട് ഓൺ മൈ ബർത്ത്ഡേ തെറ്റാണ്. ആ സാരിയെ നമ്മൾ പർട്ടിക്കുലറൈസ് ചെയ്യണം. ദ സാരി വിച്ച് ഐ ഗോട്ട് ഓൺ മൈ ബർത്ത്ഡേ ഈസ് ദിസ്. എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ സാരി. അപ്പൊ നമുക്ക് പറയാം ദി എന്ന് പറയുന്നതിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്പെസിഫൈ അല്ലെങ്കിൽ ടു പർട്ടിക്കുലറൈസ് സംതിങ്. എന്തെങ്കിലും ഒരു സംഗതിയെ ഒന്ന് എടുത്തു പറയാൻ വേണ്ടിയിട്ട്, സ്പെസിഫൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ദി എന്ന് പറയുന്ന ആർട്ടിക്കിള് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ബുക്സ് ആർ യൂസ്ഫുൾ, അല്ലെ? പുസ്തകങ്ങൾ വളരെ ഉപകാരപ്രദമാണ്. ബുക്സ് ആർ യൂസ്ഫുൾ. പക്ഷെ നമ്മൾ ഓർഡർ എടുത്ത് പറയുന്നത് ദ ബുക്സ് റിട്ടൺ ബൈ APJ അബ്ദുൽ കലാം ആർ ബ്യൂട്ടിഫുൾ.
ആർ യൂസ്ഫുൾ. അപ്പൊ എല്ലാവരും എഴുതിയിരിക്കുന്ന പുസ്തകം നല്ലതാണെന്നല്ല നമ്മൾ പറയുന്നത്. APJ അബ്ദുൽ കലാം എഴുതിയിട്ടുള്ള പുസ്തകമാണ് നല്ലതെന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് പറയണം? ദ ബുക്സ് റിട്ടൺ ബൈ APJ അബ്ദുൽ കലാം ആർ യൂസ്ഫുൾ. അതെങ്ങനെയുള്ളതാണ്? യൂസ്ഫുൾ ആണ്. വെറുതെ നമ്മൾ എല്ലാ പുസ്തകങ്ങളും ഉപകാരപ്രദമാണ് എന്ന് പറയണമെങ്കിൽ ബുക്സ് ആർ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ആ ബുക്സിൽ തന്നെ നമ്മളത് പർട്ടിക്കുലറൈസ് ചെയ്ത് പറയും, എടുത്ത് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കണം. സിമ്പിൾ അല്ലേ? അപ്പോ ഇതിന്റെ അകത്ത് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ആർട്ടിക്കിൾ എഴുതേണ്ട സ്ഥലത്ത് ചെറിയൊരു ഡാഷ് ഉണ്ടാവും. ആ ഡാഷ് ഇട്ട സ്ഥലത്ത് നിങ്ങൾ ആർട്ടിക്കിൾ ചേർക്കണമെങ്കിൽ ചേർക്കാന്നുള്ളതാണ്. ഓക്കെ, അവിടെ നിന്നില്ല. ഇപ്പൊ നമ്മൾ ഒരു ഉപയോഗം പറഞ്ഞു. യൂസ് ഓഫ് ആർട്ടിക്കിൾ ഈസ് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് ടു പർട്ടിക്കുലറൈസ് സംതിങ്, എന്തെങ്കിലും എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി വീണ്ടും രണ്ടാമത്തെ ദി വരുന്ന മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രപഞ്ചത്തില് ഒരെണ്ണം മാത്രമായിട്ടുള്ള സംഗതികളുണ്ട്. ഒരെണ്ണം പ്രപഞ്ചത്തില് അതാറുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നത് സൂര്യൻ. ആ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരെണ്ണം ഓൺലി വൺ. അപ്പൊ വെറുതെ സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അവിടെ എന്ത് പറയണം? ദി സൺ. അതാണ് കറക്റ്റ്. ബിക്കോസ് ഇറ്റ് ഈസ് ദ ഓൺലി വൺ ഇൻ നേച്ചർ. പ്രകൃതിയിൽ അത് എന്തുള്ളൂ? ഒരെണ്ണമുള്ളൂ. അങ്ങനെ പ്രകൃതിയിൽ ഒരെണ്ണം ഉള്ളെങ്കിൽ അതിന്റെ പിന്നിലൊക്കെ എപ്പോഴും എന്ത് ചെയ്യണം? ദി ചേർത്ത് പറയാം. മൂൺ എല്ലാവർക്കും കൂടെ ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ അവിടെ എന്ത് പറയാം? ദി മൂൺ എന്ന് പറയാം. ദി മൂൺ. നമുക്കറിയാം ഭൂമധ്യ ഇക്വേറ്റർ, അത് എല്ലാവർക്കും കൂടി ഒന്നല്ലേ? അപ്പൊ നമുക്ക് പറയാം ദി ഇക്വേറ്റർ. ദി ഇക്വേറ്റർ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത് നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തില് ഒരെണ്ണം ആയിട്ടുള്ള വസ്തുക്കളെ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ഞാനിവിടെ പറയുകയാണ്. ജയ്മോളെ, ഡാഷ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഡാഷ് സൺ, SUN സൺ, റൈസസ് ഇൻ ദ ഈസ്റ്റ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ദി സൺ എന്ന് പറയും. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. യെസ്. അപ്പൊ അവിടെ സൂര്യൻ എന്ന് പറയുന്നതിന് മുന്നിൽ എന്തുകൂടി വേണം? ദി എന്ന് വേണം. പക്ഷെ ഇതിനെ വേറൊരു കാര്യം പറയുന്നുണ്ട്. സൂര്യൻ ഉദിക്കുന്നില്ല. സൂര്യൻ കിഴക്ക് ഉദിക്കരുത്. എവിടെയാണോ സൂര്യൻ ഉദിക്കുന്നത് അത് കിഴക്ക്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് പറയാം ആർട്ടിക്കിൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മളിത് പറഞ്ഞത് ആദ്യത്തെ ഉപയോഗം നമ്മൾ പറഞ്ഞിട്ട് പർട്ടിക്കുലറൈസ് എ പേഴ്സൺ ഓർ എ തിങ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് പ്രപഞ്ചത്തിന് ഒരെണ്ണമായിട്ടുള്ള സംഗതി. ഇനി ഹോളി ബുക്സുകളില്ലേ? ഹോളി ബുക്സിന്റെ പേരിൽ പറയുന്നത് അതിന്റെ എല്ലാം പേരിന്റെ മുന്നില് എന്ത് വരും? ഈ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഒരു എക്സാമ്പിൾ പറയാം. ദി ബൈബിൾ. വെറും ബൈബിൾ എന്ന് പറഞ്ഞാൽ പോരാ. ദി ബൈബിൾ, ദി രാമായണ, ദി ഖുറാൻ. അപ്പൊ ബുക്സിന്റെ പേരിന്റെ മുന്നില് എപ്പോഴും എന്ത് വരാറുണ്ട്? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ബുക്കിന്റെ പേരിന്റെ മുന്നിൽ വന്ന കാര്യം പറഞ്ഞു. പ്രപഞ്ചത്തിൽ ഒരെണ്ണമുള്ള സംഗതിയുടെ പേരിലും വരുന്ന കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ടു പർട്ടിക്കുലറൈസ് സംതിങ്, എന്തെങ്കിലും ഒരു സംഗതിയെ കോമൺ ആയിട്ട് സൂചിപ്പിക്കാൻ വേണ്ടി. നെക്സ്റ്റ് അടുത്തത് നമ്മൾ പറയുന്നത്, ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഒരു പേരായിരിക്കും. ആ ഒരു പേര് കൊണ്ട് ആ വർഗത്തെ മുഴുവൻ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ ഈ ആർട്ടിക്കിൾ. യെസ്, ഓക്കെ. ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ അനിമൽ. ഡോഗ്, നായ, ഒരു വിശ്വസിക്കാവുന്ന അനിമലാണെന്ന് പറയും. അത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നായ വല്ലത് വരുമല്ലോ. നേരെ പറഞ്ഞാൽ ഡോഗ് എന്നുള്ളതിന്റെ മുന്നിൽ ഒരു ദി കൂടി ചേർക്കുകയെന്ന് ചെയ്യും. ദി ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നായകളും. അപ്പോ ഒരു ദി ആർട്ടിക്കിൾ ചേർത്ത് കഴിയുമ്പോൾ അതുകൊണ്ട് ഒരു റേസിന് ഒരു വർഗം, ആ വർഗത്തെ മുഴുവൻ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും. ദ എലിഫന്റ് ഈസ് ദ ലാർജസ്റ്റ് ലാൻഡ് അനിമൽ.
എന്ന് പറയുമ്പോൾ എല്ലാ ആനകളും കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. നേരെ മറിച്ച് ആ ദി നമ്മൾ ചേർത്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആന മാത്രമേ ആവുള്ളൂ. അപ്പൊ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ സിംഗുലർ ആയിട്ടുള്ള ഒരു നൗണിന്റെ മുന്നിൽ ചേർക്കുമ്പോൾ, ഡോഗ്, എലിഫന്റ് ചേർക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഒരു റേസ്, ആ വർഗം മുഴുവനെയുമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മറക്കാതിരിക്കുക. അടുത്തൊരു പോയിന്റ് ആണ് പറഞ്ഞത്. ഇനി നദികളുടെ പേര് പറയില്ലേ? നദികളുടെ പേര് പറയുമ്പോൾ ആ നദികളുടെ പേരിന് മുന്നിൽ എപ്പോഴും ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കണം. ദി ഗംഗ, ദി യമുന, ദി ബ്രഹ്മപുത്ര. നദികളുടെ പേരിന് മുന്നിൽ എപ്പോഴും എന്തുണ്ടാവും? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇനി മൗണ്ടൻസ്, പർവ്വതങ്ങൾ, ഹിമാലയ, പർവ്വതങ്ങളുടെ പേരുകളുടെ മുന്നിൽ എന്തുണ്ടാവും? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇനി അടുത്തത് സി, കടല്. കടലിന്റെ പേരിന് മുന്നില് ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരും. ദി പസഫിക് ഓഷ്യൻ, ദി ഇന്ത്യൻ ഓഷ്യൻ. യെസ്. ഇനി ഐലൻഡ്. ഐലൻഡ് എന്ന് പറയുമ്പോൾ ദ്വീപ സമൂഹങ്ങൾ. ആ ദ്വീപിന്റെ പേര് പറയുമ്പോൾ ദി ലക്ഷദ്വീപ്, ദി ആൻഡമാൻ നിക്കോബാർ. അങ്ങനെ ദ്വീപിന്റെ പേര് പറയുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരും. പിന്നെ ബേ. ബേ മീൻസ് ഉൾക്കടലുകൾ. ബേ. ഉൾക്കടലുകളുടെ പേര് പറയുമ്പോൾ ദ ബേ ഓഫ് ബംഗാൾ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. നദികളുടെ പേരിന്റെ മുന്നില്, പർവ്വതങ്ങളുടെ പേരിന്റെ മുന്നില്, കടലിന്റെ പേരിന്റെ മുന്നില്, ദ്വീപ സമൂഹങ്ങളുടെ പേരിന്റെ മുന്നില്, ഉൾക്കടലുകളുടെ പേരിന്റെ മുന്നിലെല്ലാം എന്ത് വരുന്നു? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ. യെസ്. ഇത് കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ നമുക്ക് നോട്ട് ചെയ്യാം. യെസ്. അപ്പോ ഇന്ന് നമ്മൾ ഇത്രയൊന്നും മനസ്സിലാക്കുക, എന്താണ് ആർട്ടിക്കിൾ. ആർട്ടിക്കിളിന് ഇംഗ്ലീഷിൽ രണ്ടായിട്ട് വിഭജിക്കുക. ഒന്നിനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും അടുത്ത് തന്നെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും പറയും. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ തൊട്ടിട്ടില്ല, അത് മാറിയിരിക്കട്ടെ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് നമ്മൾ എടുത്തത്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി എന്ന് പറയുന്ന സംഗതിയാണ്. അതിന്റെ ഉപയോഗത്തെ കുറിച്ചാണ്. അത് എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്? അത് സിംഗുലറിന്റെ കൂടെയും വരും, പ്ലൂറലിന്റെ കൂടെ വരും. പ്രപഞ്ചത്തിന് ഒരെണ്ണം ഉള്ളെങ്കിൽ ആ ഒരു വസ്തുവിന്റെ കൂടെ വരും. ടു പർട്ടിക്കുലറൈസ് സംതിങ്, എന്തിനെങ്കിലും ഒന്ന് എടുത്തു പറയണമെങ്കിൽ അവിടെയും ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരും. ഇനി ഒരു വർഗത്തെ മുഴുവൻ ചിത്രീകരിക്കണമെങ്കിൽ ദി ഡോഗ്, ദി എലിഫന്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അത് മുഴുവനാവും. അത് കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും ആവുമല്ലോ. യെസ്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു എക്സെപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. നിങ്ങൾ കേട്ടിട്ടാണ്, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് അല്ലെ? ജിൻസി, എന്താ ജിൻസി സാമൂഹ്യ ജീവി എന്ന് പറഞ്ഞാല്? മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. യെസ്. ഓക്കെ. എപ്പോഴും അല്ലേ, ഒരു വെടിക്കുള്ള മരുന്ന് എപ്പോഴും കയ്യിൽ വേണം. എന്ത് ചോദിച്ചു കഴിയുമ്പോൾ പറയാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് റെഡിയാക്കി വെച്ചാൽ ടീച്ചർമാരുടെ പ്രത്യേകതയാണ്. അവരൊരിക്കൽ അവരുടെ കയ്യിൽ എപ്പോഴും കുറച്ച് കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. യെസ്. ഓക്കെ. വെരി ഗുഡ്. സോ ലെറ്റ് us come to the point. അപ്പൊ നമ്മൾ പറയും ഒരു മനുഷ്യനല്ല സാമൂഹ്യ ജീവി, എല്ലാ മനുഷ്യരും സാമൂഹ്യ ജീവിയല്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ദ മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്നല്ലേ പറയേണ്ടത്. ദ ഡോഗ് എന്ന് പറഞ്ഞപ്പോഴും നായ എന്ന് പറയുന്ന കംപ്ലീറ്റ് ഡോഗ് എൻ്റെ അത് വന്നില്ലേ. അതുപോലെ എല്ലാ മനുഷ്യരും വരണമെങ്കിൽ ദ മാൻ എന്ന് പറയണ്ടേ എന്ന് ചിന്തിക്കും. പക്ഷെ മനുഷ്യന്റെ കൂടെ നീ എന്നുള്ളത് ചേർക്കാറില്ല. അവിടെ മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. അത് എക്സെപ്ഷൻ എന്തായാലും മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. അങ്ങനെയാണ് അത് സൂചിപ്പിക്കാറ്. യെസ്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് നോക്കിയ സംഗതി. യെസ്. ഇനി ആൻസി, ജിനു. ഞാൻ ആൻസിയോട് വരാം. ചോദ്യം ആൻസിയോടാണ്. ഓക്കെ. ഇല്ല സാർ, ചോദിച്ചു. അറിയാമെങ്കിൽ പറയാം. അറിയാൻ പാടില്ലായെങ്കിൽ ശ്രമിക്കുക, അതോളൂ. മ്യൂട്ട് ചെയ്ത ഞാൻ പറയാം, സമയമുണ്ട്. ഓക്കെ. അപ്പൊ കാര്യം ശരി. ഞാൻ ആൻസിയോട് ചോദിക്കുന്നെങ്കിൽ എല്ലാവരും അതിനകത്ത് വരുന്ന ഇതാണ്. ഇപ്പോ
നമുക്ക് ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഉണ്ടല്ല ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സംഗതിയാണ് ഹാവ്. ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. ഹാവ് എന്നും പറയാം, ഹാസ് എന്നും പറയാം. ഷിയോ ഷിയോ ഒക്കെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഹാവിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ് ആണ്. അപ്പൊ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എന്ത് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ മ്യൂട്ട് ചെയ്തോ, വിളിക്കാം സമയമുണ്ട്. ഓക്കെ ഞാൻ വിളിച്ചോളാം. ആൻസിയോട് ആരും ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആൻസി വെച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. യെസ്, എ എന്ന് പറയുന്ന അക്ഷരമല്ലേ, അപ്പൊ അതിന്റെ ഐശ്വര്യം ഉണ്ടാവണമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ഹാവ്. എനിക്ക് പറയാം ഐ ഹാവ് എ സ്കൂട്ടർ. എനിക്ക് എന്തുണ്ട്? ഒരു സ്കൂട്ടർ ഉണ്ട്. ഐ ഹാവ് എ മൊബൈൽ ഫോൺ. എനിക്ക് എന്തുണ്ട്? ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. എനിക്ക് സഹോദരിമാരുണ്ട്. അപ്പൊ ഐ ഹാവ് എ സിസ്റ്റർ എന്ന് പറയാൻ പാടില്ല. കാരണം എന്താണ്? എനിക്ക് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഐ ഹാവ് സിസ്റ്റേഴ്സ്. യെസ്, അപ്പൊ ഹാവ് എന്ന് പറയുന്ന സംഗതിയുടെ ഉപയോഗത്തെ കുറിച്ച് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്കുള്ളതായിട്ട് തോന്നുന്ന ഒരു 5 ഐറ്റം നിങ്ങൾ നോക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ ഹാവ് എ റൗണ്ട് ഫേസ്, ഐ ഹാവ് റെഡ് ലിപ്സ്, ഐ ഹാവ് കോസ്റ്റ്യൂംസ്. നിങ്ങൾ അവിടെ നിങ്ങൾ ചുറ്റും നോക്കിയാൽ മതി. ഒരു 5 ഐറ്റം, നിങ്ങൾക്കുള്ള ഒരു 5 ഐറ്റംസ് നിങ്ങൾ നോക്കി വെക്കും. ആ 5 ഐറ്റംസ് നിങ്ങൾ പറയാം. അപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് പറയാം. നിങ്ങൾക്ക് പറയാം ഐ ഹാവ് ഇന്നർ പേഷ്യൻസ്. എനിക്ക് എന്തുണ്ട്? നല്ല ക്ഷമയുണ്ട്. അവിടെ നോക്കുമ്പോൾ എനിക്ക് ബെഞ്ചിന്റെ ഡെസ്കിന്റെ ഫാനിടുന്നൊക്കെ പറയാം. അതൊക്കെ കോമൺ അല്ലേ? സംതിങ് എൻ്റെ ഡിഫറെന്റ് ആയിട്ട് നോക്കി നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തോന്നുന്ന യെസ് ഒരു 5 ഐറ്റംസ് നിങ്ങളത് നോക്കി വെക്കുക. എന്നിട്ട് അതിന് മുന്നിൽ ഹാവ് ചെയ്യാത്ത പറയാം ഐ ഹാവ്. അപ്പോ ഐശ്വര്യമായിട്ട് ആൻസിയാണ് തുടങ്ങി വെക്കുന്നത്. ആൻസി ആദ്യം പറയുന്നു ആൻസിക്ക് സ്വന്തമായിട്ടുള്ള 5 ഐറ്റംസ് ഏതൊക്കെയാണ്? ആൻസി, I have a TV. I have a TV. Yes. I have a sister. Yes. Sir, I have dresses. Yes. I have a son. I have a son. Okay. I have a daughter. Yes. 5 sentences, sir. Yeah, 4 ആയിട്ടുള്ളൂ. One more. Ayyo. Then I have. നോക്കിയാൽ മതി ആൻസി, കാണുമല്ലോ. I have a ഓക്കെ, ആൻസിനെ കിട്ടുന്നില്ല. ആൻസി വരുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. ഇപ്പൊ ആൻസി പറഞ്ഞപ്പോ ടെക്നിക്ക് പിടികിട്ടിയല്ലോ. നിങ്ങൾക്കുള്ള ഒരു 5 ഐറ്റംസ് കിട്ടണം. യെസ്, ആൻസിക്ക് പറയാം ഐ ഹാവ് എ ഗ്രീൻ ചുരിദാർ. യെസ്, അപ്പൊ അങ്ങനെ ആൻസിക്ക് വേണമെങ്കിൽ പറയാം യെസ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരാൾ പറഞ്ഞതിലോട്ട് അങ്ങനെ പോകാതെ വെറൈറ്റി പിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി കേൾക്കുന്ന ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ്. സബിത, പറഞ്ഞോളൂ സബിത. സബിതക്കുള്ള 5 ഐറ്റംസിന്റെ പേരുണ്ട്. I have a beautiful house. Beautiful House. Yes, very good. I have a beautiful house. Very good. I have a brother. I have a brother. I have a scooter. I have a scooter. I have a son. I have a son. I have a dresses. Yes. A dress എന്ന് പറയുമ്പോൾ I have many dresses. Okay. Yes. Oh, very good. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർത്ഥമാണ്. ഒരു അപ്പൊ ഒരെണ്ണം ഉണ്ടാവാൻ പാടുള്ളൂ. ഐ ഹാവ് എ കറക്റ്റ് ആണ്, സിസ്റ്റർ കറക്റ്റ് ആണ്, ഒക്കെ കറക്റ്റ് ആണ്. ഡ്രസ് വരുമ്പോ വളരെ മണ്ണില്ലേ, അപ്പൊ ഏ കളഞ്ഞേക്ക എന്ന് പറയാം. ഓക്കെ, അത് നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ചോളാം. ഒരെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ SA എടുക്കാവൂ, അല്ലെങ്കിൽ അത് കളഞ്ഞേക്കാം. അപ്പൊ ശ്രുതി എം ബി, ശ്രുതി എം ബി
വളരെ സിമ്പിളായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടി ഞങ്ങൾക്ക് പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യെസ് Hello. ശ്രുതി. പറഞ്ഞോളൂ Good. പറഞ്ഞോളൂ. I have a ഞാൻ bird. ഒരെണ്ണം. I have a birds. I have birds. I have a dog. I have a dog. I have a pickup. Yes. I have a സാർ എന്റെ നെറ്റ് കട്ടായി പോയതാ സാർ, ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. Okay. I will come to you and see. Don't worry. Yes. ശ്രുതി ഇനി ഞാൻ എനിക്ക് പറയട്ടെ. I have long hair. പറയാൻ പറ്റുമോ? അത് പറയും. പറയാൻ പറ്റും. അതത് പറഞ്ഞോ. ഞാനല്ല പറയേണ്ടത്, ശ്രുതി പറ. സോറി സാർ, ഞാനത് എഴുതി വെച്ചായിരുന്നു സാർ. അതെ. യെസ് പറഞ്ഞോളൂ ശ്രുതി. 5 ആയിട്ടില്ല, 3 ആയിട്ടുള്ളൂ. 3 ആയിട്ടുള്ളൂ. ആ ചുറ്റും നോക്ക്. I have a table. I have a table. മേശ കണ്ടു. പിന്നെ I have a ലവിങ് മദർ. പറയാൻ പറ്റൂലേ? പറയാൻ പറ്റും. ഞാൻ പറയട്ടെ, ഒഴുകി പോരട്ടെ, തടയാതെ. അത് പറയണ്ട, ഞാനത് ക്ലൂ ഇട്ടാണ്. I have a my son. I have a my son. I have a son. അത് മതി. Okay, very good. Okay. Tension അടിച്ചിട്ട് ശ്രുതി. Don't worry. Be happy. Okay. It is clear. Sir, good morning. പറഞ്ഞോളൂ. അപ്പൊ ജിഷേനോട് കഴിയുമ്പോൾ കുറെയൊക്കെ മാറി പോകട്ടെ. അപ്പൊ റെഡി ആയിട്ട് വെച്ചു, മാറ്റി പിടിച്ചു. യെസ്, ബിസ്മിയ, കണ്ടിന്യൂ. I have a beautiful smile. I have a അപ്പൊ വേണ്ട. I have beautiful smiling face. ഞാൻ ഒന്നുകൂടി ഒന്ന് മാറ്റിയിട്ടാണ് കേട്ടോ. പുഞ്ചിരിക്കുന്ന മുഖം എനിക്കുണ്ട്. വെരി ഗുഡ്. I have strong person. അപ്പൊ നമുക്ക് പറയാം, I am a strong person ആണ് കറക്റ്റ്. അപ്പൊ I have strong person എന്ന് പറയുന്നേക്കാൾ I have a strong mind അങ്ങനെയല്ല. നല്ലൊരു മനസ്സുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള മനസ്സുണ്ട്, കുലുങ്ങാത്തൊരു മനസ്സുണ്ട്. ഓക്കെ, വെരി ഗുഡ്. I have 2 wonderful children. ചിൽഡ്രൻസ് വേണ്ട, ചിൽഡ്രൻ മതി. ചൈൽഡ് കുട്ടി, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ചിൽഡ്രൻ. പിന്നെ എസ് വേണ്ട. I have 2 naughty children. ഞാൻ ഒരു വാക്കൊന്ന് മാറ്റി, കുസൃതിയായിട്ടുള്ളതാക്കി കേട്ടോ. I have a precious husband. I have a precious husband. വെരി ഗുഡ്. നല്ല വാക്കാണ്. വില പിടിച്ചൊരു ഭർത്താവ് എനിക്കുണ്ട്. യെസ്, ഓക്കെ. I have a lovely life. I have a lovely life. വെരി ഗുഡ്. ഓക്കെ. ലാസ്റ്റ് പറഞ്ഞേക്ക ആരും പറയാത്ത കാര്യങ്ങളാണ്. വെരി ഗുഡ്. വെറൈറ്റി പിടിക്കും കേട്ടോ. യെസ്, ലെന പറയും. Sir, യെസ്, പറഞ്ഞോളൂ ലെന. I have a daughters. I have a daughter. I have daughters. I have a makeup box. Yes. I have a dog. Yes. I have a necklace. Yes. I have a new home. I have a new home. Yes, very good. Okay, Jisha. ഇടുക്കിയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കട്ടെ. ജിഷ വിനോദ്. സാർ ഒരു സെക്കൻഡ്, ഞാനിപ്പോ വരാവേ. ഓക്കെ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരാം. ഓക്കെ. ആർസ് പറഞ്ഞോളൂ. Good morning, sir. Yes, very good morning. I have a car. Yes. I have 2 little boys. Yes. I have a beautiful garden. Yes, I have a beautiful garden in front of my home. Yes. I have lots of bangles. Yes, I have lot of bangles. Lot of bangles. പിന്നെ One more. I have
I have a cat. Yes, I have a cat. Okay, okay, very good, very good, very good. സാർ ഞാൻ പറയട്ടെ? ജിഷ ready. ഏതാണ് കണ്ടിന്യൂ ജിഷ? സാർ, I have long hair. I have long hair. I have chubby cheeks. Yes, I have black lip. yes, I have headache. yes, I have a headache. Yes, I have lot of works. I have a lot of works. I have bank loan. Yes, okay, okay, okay. Jisha, very good, very good. വെറൈറ്റി പിടിക്കൂ. എപ്പോഴും ഒരു വെറൈറ്റി പിടിക്കൂ. നിങ്ങൾ ടീച്ചർമാരൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പറയുമ്പോൾ കുട്ടികൾ ശ്രദ്ധിച്ചിട്ട് ഇരിക്കണ്ടേ. എന്നും പോകുന്ന ഒരാളുടെ അതേ പാതയിലൂടെ പോകാണ്ട് സംതിങ് എൻ്റെ ഡിഫറെന്റ്. അപ്പോ ജിഷ ടീച്ചർ അല്ലെങ്കിൽ അനു ടീച്ചർ എഴുതിയിട്ട് നിൽക്കുന്ന കുട്ടികൾ പറയും, ഓ ടീച്ചർ അടിപൊളിയാണ്, ടീച്ചർ നല്ല വൈബാണ്. കാലഘട്ടത്തിനനുസരിച്ച് ടീച്ചർ അങ്ങോട്ട് പോകും. ബാക്കിയുള്ളവര് അത്ര അങ്ങോട്ട് വരില്ല എന്ന് പറയണം. ഓക്കെ അനു. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. ഞാൻ നല്ല ബിൽഡപ്പ് ഒക്കെ തന്നിട്ടുണ്ടോ? നീ ഇങ്ങനെ സംഗതികൾ പറയട്ടെ. I have a very caring and supporting parents. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, I have a pair of trekking shoes. യെസ്, I have a lots of earring collection. യെസ്, I have a little girl. യെസ്, I have a rice cooker. യെസ്. ഐ ഹാവ് എ റൈസ് കുക്കർ. കിച്ചണിൽ നിന്നുകൊണ്ടാണല്ലോ ഇപ്പൊ തട്ടുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രീജ. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. ആ ചെങ്ങന്നൂരുള്ള ഐറ്റംസ് ഒക്കെ പറഞ്ഞേ. യെസ്, Sir, I have a house. യെസ്, I have 2 bikes. യെസ്, have a daughter. യെസ്, I have relatives. യെസ്. ഓ, അപ്പൊ റിലേറ്റീവ്സ് ഇല്ല. അപ്പൊ വേണ്ട, ഒന്നിൽ കൂടുതൽ. ഐ ഹാവ് I റിലേറ്റീവ്സ്. have relatives. I have a laptop. I have a laptop. Okay, okay, okay. Sriya, very good, very good, very good. Thank you. Narmida. 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 ഒരു മിനിറ്റ് വിചാരിക്കാം അല്ലേ? യെസ്, ശ്രീജയല്ലേ ഇപ്പൊ പറഞ്ഞേ? Ade, sir. Good morning, sir. യെസ്, നർമ്മിത പറയുന്നതാണ്. ഞാൻ വിചാരിച്ചു നർമ്മിത പോയതാണ്. അല്ല സർ, അത് ഇത് ഓൺ ആക്കുമ്പോഴേക്ക് കട്ടായി പോയി. കാസർഗോഡുള്ളവരൊന്നും അങ്ങനെ പോകില്ലല്ലോ. ഇല്ല സർ. I have 6 fingers. ഓ, വെരി ഗുഡ്. I have 3 sons. യെസ്, I have thin hair. യെസ്, I have nice smile. യെസ്, Then I have a family. യെസ്. I have a wonderful family. Okay, Narmida, very good, very good. That is great advice. Okay, okay. Shabana. Shabanas. Yes, sir. Shabana. I have. I have an online class today. Yes. Oh, very good. Live exam. Very good, very good. I have a good looking sir. Yes. Yes. I have many books to study. Okay. I have a work. Yes. Then I have an intelligent mind. Yes. Very good. Very good. Very good. Intelligent ആണെന്ന് തോന്നി. കാരണം എന്താണ്? എക്സാമിന് പിടിച്ച എവിടെ നിന്നാണ്? ലൈവ് എക്സാമിന് എടുത്തത്. ഓക്കെ ഷബന, വെരി ഗുഡ്. വേറെ ആരെങ്കിലും ഷബന? I'm from Kannur. ഷബന, കണ്ണൂർ. Yeah. ഷബന ഫ്രം കണ്ണൂർ അല്ലേ? ഓക്കെ, 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 ഓക്കെ. യെസ്, ഇതിനു മുമ്പ് നമ്മള് പറഞ്ഞതല്ലേ ഇത്? ഷബന അല്ലേ? ഷബന എന്നല്ല പറഞ്ഞത് നമ്മൾ, ഷാബിൻ അല്ലേ? Shabnas. ഷബനാസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. യെസ്, ഓക്കെ, ഓക്കെ, ഓക്കെ. യെസ്, അല്ലൂസ്. അല്ലൂസ് പറഞ്ഞോളൂ. അല്ലൂസേ, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ഹാവ്? 5 തിങ്സ്. എല്ലാം പറയണ്ട, ഒരു 5 എണ്ണം പറഞ്ഞാൽ മതി. I have colorful umbrella. Yes. I have a sofa. I have variety ideas. Yes. I have a friend. Yes. I have a grandmother. Okay, okay, okay.
അലൂസെ ഇനി പറയുമ്പോഴേ ഇപ്പൊ പറഞ്ഞ ടെക്നിക്ക് എടുക്കേണ്ട. കാരണം വെച്ചാല് ഭയങ്കര പതർച്ച ഉണ്ടായിരുന്നു. അപ്പോ ഒന്ന് മാറ്റി പിടിച്ചോളൂ കേട്ടോ, അടുത്ത പ്രാവശ്യം പറയുന്നത്. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. കീർത്തന പറഞ്ഞോളൂ. കീർത്തന. Hello, sir. പറഞ്ഞോളൂ കീർത്തന. I have a good person. I have a good person. I am a good person എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം നേരിട്ട് മാറ്റി പിടിക്കാം. പേഴ്സൺ എന്നുള്ളത് കിട്ടും. അത് പേഴ്സണാലിറ്റി എന്നല്ല. ഐ ഹാവ് ഗുഡ് പേഴ്സണാലിറ്റി. അപ്പൊ അങ്ങനെ പറയാം. യെസ്. I have a many books. അപ്പൊ ധാരാളം ബുക്കില്ല. അപ്പൊ കളറ്. I have many books. Yes. I have a loving sister. Yes. I have a beautiful doctor. Yes. I have a loving parents. Yes. I have loving parents. True അല്ലേ? Okay, very good, very good. കീർത്തന എന്താ പേടിച്ച് പറഞ്ഞ് മറ്റൊരു കാസർഗോഡുകാരി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലേ? വിദ്യ. Yes, sir. പറയൂ. I have a beautiful place. Yes. I have a silky hair. Oh, very good. I have a beautiful eyes. Yes. I have a earrings. Yes. I have a mobile. Yes. Okay, okay. അതിന്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉള്ള സംഗതി പറയുമ്പോൾ എപ്പോഴും അങ്ങനെ ഒഴിവാക്കി പറഞ്ഞാൽ മതി. ഓക്കെ വിദ്യ. വെരി ഗുഡ്, വെരി ഗുഡ്. ആരതി. Good morning, sir. Yes, Arati from Goa. Come on. I have business. I have a business. I have class tomorrow. Yes. I have 3 brothers. Yes. I have 2 children. Yes. I have no time today. Yes, very good, very good, very good. I have a fridge. Yes. I have a car. Yes. കഴിഞ്ഞു. 7 ഒരു ഒടുക്കെ അങ്ങനെ പോകണമെങ്കിൽ പോണത്തോളം പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ മിണ്ടാണ്ടതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ആൻഡ് ഓൾറെഡി ഷിഫ്റ്റ്. ഐ ഹാവ് നോട്ട് ടൈം ടുഡേ. എനിക്ക് സമയമൊന്നുമില്ല. വെരി ഗുഡ്, അതെനിക്ക് ഇഷ്ടമായി. ഓക്കെ. രേഷ്മ കേസി. Sir, I have a small library. Yes, very good. I have talkative friends. Yes. അതും ആരും പറയാത്ത സംഗതിയാണ്. എനിക്കൊരു സംസാരപ്രിയായി കൂട്ടുന്നത്. Yes. I have a small fish tank. Yes. I have a small family. Yes. I have a red car. Yes. I have a caring husband. Yes, very good, very good. ഇതെടുത്തിട്ട് ഇന്ന് ക്ലാസ് എടുത്തിട്ട് വൈകുന്നേരം പുള്ളിക്ക് കേൾപ്പിച്ചു കൊടുക്കണം. Recorded class അല്ലേ സാറേ? സുധി ലക്ഷ്മി. സുധി ലക്ഷ്മി. യെസ്. സുധി വരുമെന്ന് വിചാരിക്കാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളൊന്ന് ലെവലി സുധി കണ്ടിന്യൂ. സുധി. I have 2 siblings. Yes, very good. I have no idea what to say. Yes. Very good, very good. Yes, okay. I have brown eyes. Yes. I have red car. Yes, oh, very good. I have respect for everyone. Yes. One more. I have curly hairs. Yes, very good, very good. Okay, Sudhi. Yes, 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 very good, very good. Yes. പറഞ്ഞോളൂ ജയ്മോളെ. ജയ്മോളുണ്ട്, ആൻസി ഉണ്ട്, ജിൻസി ഉണ്ട് അല്ലേ? ഞാൻ അവരുടെ സംവിധാനം നമ്മൾ ആരംഭിച്ചപ്പോ ഓക്കെ 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 ഓക്കെ. ഞാനേ ഒരു ചോദ്യമെങ്കിൽ എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യാറ്. ഓക്കെ ഓക്കെ. ജയ്മോളെ പറഞ്ഞോളൂ. Yes. I have a beautiful garden. Yes. I have a village. Yes. I have a lovely village, Waipi village. Yes. I have a great father. Yes. I have a violin. Yes, very good. I have a white and beautiful dog. Yes, okay, okay, okay. Violin നന്നായിട്ട് പഠിച്ചാണ് ജയ്മോളെ? കുറച്ച്.
കുറച്ചറിയുള്ളൂ. അപ്പൊ അടുത്ത പ്രാവശ്യം അതൊക്കെ റെഡിയാക്കി വെച്ചോട്ടോ. സർ. ഓക്കെ നമുക്ക് തടക്കാം. അടുത്ത ക്ലാസ് ജിൻസി പറഞ്ഞാണോ? ഓക്കെ ഇനി ആരെങ്കിലും പറയാനുണ്ടോ? വിട്ടുപോയത്? യെസ്. ഓക്കെ. അപ്പോ സർ എന്തോ പറയട്ടെ സർ? പറഞ്ഞോളൂ ജിൻസി. I have many friends. I have many friends. I have many relatives. Yes. I have a lot of problems around me. Oh. I have a lovable mind. Yes. And have a beautiful life. Very good. I have a lot of problems around me. അത് കറക്റ്റ് ആണ്. അത് ലൈവായിട്ട് പിടിച്ച എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇതിനകത്ത് കുറച്ച് പേര് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആൾക്കാരാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല രസകരമായിട്ട് അവതരിപ്പിച്ചു. അപ്പൊ ആ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളവര് അവരൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഗ്രൂപ്പിൽ ചെന്ന് അവരുടെ ലീഡറാവും. കാരണം ശ്രദ്ധിക്കപ്പെടും. യെസ്. അപ്പൊ ഞാൻ ആളും പേര് പറയുന്നില്ല, എന്റെ മനസ്സിലുണ്ട്, അതവിടെ ഇരുന്നുണ്ട്. ഇനി ബാക്കിയുള്ളവരെന്തുമെല്ലാം ആ ലെവലിലോട്ടാണ് കയറി വന്നത്. യെസ്. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഫസ്റ്റ് ടെസ്റ്റ് ആഫ്റ്റർ ദാറ്റ് ഫൈനൽ ചെയ്തു. ഇപ്പൊ നമ്മള് ഐ ഹാവ് എന്നുള്ളത് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേണ്ടത്, ഞാനൊന്ന് നേരത്തെ പറയാറില്ല, പക്ഷെ ഇത് മാത്രം ഞാൻ നേരത്തെ പറയണം. നിങ്ങൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ റെഡിയാക്കി. സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതി പഠിക്കേ വേണ്ട, മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ എന്താ പറയാ, ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഷബന, give an introduction about yourself. എല്ലാവരും ശ്രദ്ധിക്കണോട്ടാണ്, നമുക്ക് കറക്റ്റ് ചെയ്യാം. Good morning. Good morning. My name is Shabana. സാവകാശം പറഞ്ഞാൽ ഓരോരുത്തർക്ക് ലെജിബിൾ ആവട്ടെ. My name is Shabana. Yes. I am from Kannur. I am from Kannur. I have 2 children. Yes. My hometown is Cherura. Yes. My husband is working in Saudi Arabia. Yes. I have 2 siblings. Yes. Then now I'm leaving my husband's house. Yes. I like to read books. Yes. That's it. Okay. അവർക്ക് കിട്ടി ഷബന. ഓക്കെ, വെരി ഗുഡ്. പക്ഷെ അവർക്ക് ആലോചിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ഒരേ സമയം ഷബന ആലോചിക്കുകയും പറയുകയും ചെയ്യുകയും. യെസ്. ഓക്കെ. അല്ലൂസ്. ഓക്കെ. ഷബന പറഞ്ഞതില് ഇന്നിന്ന പോയിന്റുകൾ കൂടി വരേണ്ടതായിരുന്നു എന്ന് തോന്നി എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഷബന പറഞ്ഞപ്പോ വിട്ടുപോയി എന്ന് തോന്നി, എന്തെങ്കിലും വിട്ടുപോയിട്ട് ഇന്നിന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയത് ഏതൊക്കെയാണ്? അല്ലൂസ് അമർത്തിയപ്പോ വട്ടം മാറിപ്പോയി. യെസ്. ഒന്നും എന്തെല്ലാം പോയിന്റുകളാണ് ഷബന പറഞ്ഞപ്പോ വിട്ടുപോയത്? ധൃതിക്ക് പറഞ്ഞപ്പോ വിട്ടുപോയ പോയിന്റുകൾ എന്തൊക്കെയാണ്? എന്നുവെച്ചാൽ ഒന്ന് മാറ്റി പിടിച്ച പോലെ ബ്ലൂടൂത്ത് ഒക്കെ ഓണാണ്, ഭയങ്കര പകർച്ച. Yes, I will come to you. Okay. Sruti Lashmi. പറഞ്ഞോളൂ. ഷബന പറഞ്ഞപ്പോ വിട്ടുപോയ പോയിന്റ് ഏതൊക്കെയായി പറയാനായിട്ട്? പറഞ്ഞപ്പോ വിട്ടുപോയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞില്ല. യെസ്. ഓക്കെ. കുഴപ്പമില്ല. അപ്പൊ നോക്കട്ടെ. അപ്പൊ ഷബന അതിനകത്ത് ഒരു പോയിന്റ് വിട്ടുപോയി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞില്ല. ഓക്കെ. ഷബന പേടിക്കണ്ട. ഓക്കെ. പിന്നെ എന്താണ്? Ambition.
ആഗ്രഹം എന്താണെന്ന് പറയാമായിരുന്നു അല്ലെ? എനിക്ക് ജീവിതത്തിൽ ആരായിത്തീരുമെന്നുള്ള ആഗ്രഹം പറയാമായിരുന്നു. യെസ്. പിന്നെ ഹോബീസ് ഹോബീസ് പറയാൻ അതിനിടക്ക് പറഞ്ഞു ഐ ലവ് ടു റീഡ് ബുക്സ് എന്നുള്ള ആഗ്രഹം വന്നു. ഹോബീസ് എന്നുള്ള വൈഡ് ഉണ്ടായിരുന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത് പറഞ്ഞു അല്ലെ? ജോലി പറഞ്ഞില്ല അല്ലെ? ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ശ്രുതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ജിഷ അപ്പോ ശബന പറഞ്ഞതിലുള്ള 2-3 പോയിന്റുകൾ വിട്ടുപോയത് ശ്രുതി പറഞ്ഞു. ശ്രുതിയും പറയാൻ വിട്ടുപോയ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ശ്രുതി അല്ല ശബന എനിക്ക് അറിയില്ല സാർ. യെസ് നോട്ട് നമുക്കൊരു ജോലി. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് പറയാം അതിന്റെ തുടക്കമൊക്കെ ശബന നന്നായിരുന്നു. മൈ നെയിം ഈസ് ശബന, ഐ ആം കമ്മിങ് ഫ്രം കണ്ണൂർ. യെസ് ഇതെല്ലാം കറക്റ്റ് ആയിരുന്നു. വെരി ഗുഡ്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം? നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയും. ഐ പാസ്ഡ് LLB, ഐ പാസ്ഡ് ഡിഗ്രി കൊമേഴ്സ്, ഇക്കണോമിക്സ്, ഹിസ്റ്ററി ഏതാണെന്ന് വെച്ചാൽ അത് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വല്ല അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഐ ആൾസോ പാസ്ഡ് PGDCA, ഐ ആൾസോ പാസ്ഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള എനിക്കറിയണ്ടേ, ഞാനല്ലേ നിങ്ങളെ ജോലിക്ക് എടുക്കാൻ ഇന്റർവ്യൂ ചെയ്യുന്ന ആള്. അപ്പൊ എനിക്കറിയട്ടെ നിങ്ങളുടെ കയ്യിൽ എന്താ സംഗതി ഉള്ളതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ അത് പറയണം. വേറെ എന്തെല്ലാം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ പറയണം. ആ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ തന്നെ ശബനക്ക് അറിയാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ടോപ്പർ ആയിരുന്നു ഞാൻ. ശബന അത് പറയണം. ഐ വാസ് ദ ടോപ്പർ ഇൻ MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡ്യൂറിങ് വർഷം ഏതാണ് ആ വർഷം കൊണ്ട് പറയും. അപ്പൊ എനിക്ക് മനസ്സിലായി ശബനയായിരുന്നു അവിടുത്തെ ടോപ്പർ എന്ന്. അപ്പൊ ശബനയുടെ കയ്യിലുള്ള റിമാർക്കബിൾ ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം പറയണം. അപ്പൊ ശബന ഇപ്പോ വേറെ ഏതെങ്കിലും നാഷണൽ ലെവലിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയണം. ഐ പാർട്ടിസിപ്പേറ്റ് ഇൻ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ കണ്ടക്ടഡ് ഇൻ ഡൽഹി. എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ സ്കൂളിലേക്ക് ശബന എടുത്തു കഴിഞ്ഞ കുട്ടികൾക്ക് സ്പോർട്സിന് കോച്ചിങ് ശബനെ കൊണ്ട് കൊടുപ്പിക്കാൻ പറ്റും. അപ്പൊ എനിക്ക് ശബന മതി, ഇങ്ങനെ ശബന എടുത്താൽ മതി എന്നൊരു തോന്നലപ്പോൾ വന്നു. അപ്പൊ നമ്മൾ പേര് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടാതെ അത് തന്നെയാണ് അഡീഷണൽ ആയിട്ട് നമുക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ എന്ന് പറഞ്ഞു. റിമാർക്കബിൾ ആയിട്ടുള്ള നമ്മുടെ അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. യെസ് അച്ചീവ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി ചില കാര്യങ്ങള് ചില ആളുകൾക്ക് ഭയങ്കര ടാലന്റ് ഉണ്ടാവും. അപ്പൊ വേറെ പറയാം ഐ ആം കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ ഐ ക്യാൻ സ്പീക്ക് 4 ലാംഗ്വേജസ്. ശബന പറയും എനിക്ക് 4 ഭാഷ സംസാരിക്കാൻ അറിയാം. അപ്പൊ ഈ സ്ഥാപനത്തിന് ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിൽ നിന്നും ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ശബനെ അങ്ങോട്ട് മാറ്റി. യെസ് അല്ലെങ്കിൽ എനിക്ക് ശബനെ എടുക്കാൻ 4 ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളുണ്ട്. ഓക്കെ ഇരിക്കട്ടെ. യെസ് അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന സംഗതി ഉണ്ടെങ്കിൽ അനുഭവിക്കാം. ഐ ക്യാൻ ഫ്ലുവന്റ്ലി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഉറുദു ഇതങ്ങനെ പറയാം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സംഗതി ഇന്നതൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. യെസ് പിന്നെ നമ്മൾ പറയും നമ്മുടെ നേരത്തെ ശ്രുതി പറഞ്ഞ പോലെ നമ്മുടെ ഹോബി. യെസ് ഹോബി എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. ചിലപ്പോൾ ലിസണിങ് ടു മ്യൂസിക്. അപ്പൊ എനിക്ക് തോന്നുകയാണ് ഇവിടെ നമ്മുടെ കലാപരിപാടികളൊക്കെ വന്ന സമയത്ത് അയാളെ ഏൽപ്പിക്കാൻ ചാർജ് കലാപരമാണ് ഒരു ആ ഒരു ആർട്ടിസ്റ്റിക് ടാലന്റ് ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സെക്ഷൻ എന്നോട് കൊടുക്കാം. യെസ് അപ്പൊ പേര് പറഞ്ഞു, എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, എന്തൊക്കെയാണ് നിങ്ങളുടെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ടാലന്റ് എന്താണെന്ന് പറഞ്ഞു, ഹോബി എന്താണെന്ന് പറഞ്ഞു. ഇനി വാട്ട് ഈസ് ഡൂയിങ് നൗ, ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ് ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ജോലിയുടെ ഇന്റർവ്യൂ പോലെ അതിനകത്ത് 2 ഐറ്റംസ് വേറെ പഠിത്തങ്ങൾ വേണം. നമ്മൾ എവിടെയാണോ പോകുന്നത് അവരൊന്ന് സൂചിപ്പിക്കാൻ പറ്റുന്ന 2 വാചകം വേണം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അടുത്ത ദിവസം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ
നിങ്ങൾ തന്നെ ഒരു പ്രൊഫൈല് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് ഗുണം ചെയ്യും. ഇത് നിങ്ങൾ ഇപ്പോ അടുത്ത പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എവിടെയെങ്കിലും നിങ്ങൾ ഒരു ഇന്റർവ്യൂ ചെല്ലുമ്പോൾ പ്ലീസ് ഗീവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ് എന്ന് പറയുമ്പോൾ പഴയ ഒരു ഓർമ്മ നമുക്ക് കിട്ടില്ലേ, അതും ബാക്കിയുള്ളത് കൂടി കയ്യിൽ കൂടി ചേർത്തിട്ട് നമുക്ക് നിങ്ങൾ പറയാൻ പറ്റും. പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് തോന്നണം കൊള്ളാം, ലക്ഷ്മി ടീച്ചർ മതി അല്ലെങ്കിൽ വിദ്യ ടീച്ചർ മതി എന്ന് അവർക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ആത്മവിശ്വാസം വേണം. യെസ്. അപ്പൊ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതൊന്ന് റെഡിയാക്കി വെച്ചാൽ എന്താണ് റെഡിയാക്കേണ്ടത്? മേക്ക് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തും. അപ്പൊ അത് കാണാപ്പാടം പഠിക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ഫീൽ ചെയ്ത് വെച്ചാൽ മതി. നോക്കി പറയുന്നത് വേണ്ട, അല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ തന്നെ നോക്കി, നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ ടെക്സ്റ്റിൽ നോക്കി ഒരു വാചകം പറയും, പിന്നെ അതിന്റെ അർത്ഥം പറയും, വീണ്ടും ഒരു വാചകം പറയും, അർത്ഥം പറയും. ആ ക്ലാസ് നിങ്ങൾക്ക് ബോറടി ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ലേ? ആത്മാർത്ഥമായിട്ട് പറയാം. ശരിയാണത്. നേരെ മറിച്ച് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന മിസ് ആ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് ഒക്കെ മേശപ്പെടുന്നെങ്കിൽ ഇട്ടിട്ട് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതത്തോടു കൂടി ഇങ്ങനെ ടീച്ചർ നോക്കിയിരിക്കും. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ ഇതുപോലൊരു ടീച്ചർ എനിക്കാവും? അതായിരിക്കുന്നു ടീച്ചർ. പുസ്തകം നോക്കി പറയുന്നില്ല, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിച്ചത് എത്രാമത്തെ പേജിലുണ്ട് നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ നല്ലൊരു അധ്യാപിക, നല്ലൊരു വിദ്യാർത്ഥിയാണ്. യെസ്. അപ്പൊ 1 മണിക്കൂർ നമുക്ക് പഠിപ്പിക്കാനുണ്ടെങ്കിൽ 2 മണിക്കൂർ നമ്മൾ വീട്ടിൽ നിന്ന് വായിച്ചു നോക്കിയിട്ട് വരാം. പഠിപ്പിക്കാനായിട്ട് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ വേണം. സ്റ്റോക്ക് തീർന്നു പോയി കഴിഞ്ഞാൽ പണിയാണ്. അപ്പൊ സ്റ്റോക്ക് നമ്മൾ റെഡിയായിട്ട് വന്നാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. പിന്നെ കുറച്ചങ്ങൾ ചെയ്ത് അങ്ങനെ എത്തിക്കഴിഞ്ഞാലില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വെടിക്കുളം വരുന്നത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. പെട്ടെന്ന് ക്ലാസ്സിൽ പെട്ടെന്ന് കൈകാര്യം ചെയ്ത് വന്നു കഴിഞ്ഞാലും ഈ പഴയതൊക്കെ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്തെടുത്ത് അതങ്ങോട്ട് ശരിയാക്കി എടുക്കാം. യെസ്. അപ്പോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിനെ കുറിച്ച് പറയുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ കേട്ടോ. അപ്പൊ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം, ഞാനത് ജെയിംബോൾ ഏൽപ്പിച്ചേക്കാണ് കേട്ടോ. ജെയിംബോൾ ഇങ്ങനെ അടുത്ത പ്രാവശ്യം ഇങ്ങനെ അവധിയാണെങ്കിൽ അത് ജിൻസിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ആരെങ്കിലും ഒന്ന് പറഞ്ഞിരിക്കണം എന്താണ് നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി നമ്മളിങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഓർമ്മിപ്പിച്ചു. യെസ്. അപ്പൊ ഇനി വേറെ പുതിയതിലോട്ടൊന്നും പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മിനിറ്റ് കൂടി ഉണ്ടാവുള്ളൂ. യെസ്. ഇതിനകത്ത് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാവുന്ന ആരോടെ? നന്നായിട്ട് വേണ്ട, എന്തെങ്കിലും തലയിൽ വെള്ളം വീഴുമ്പോഴേക്കും പാടുന്ന ആരാണ്? ജയ്മോളെ പഴയ സ്റ്റോക്ക് ഒന്നും പുറത്തേക്കുന്നത് നമ്മുടെ സാധാരണ ഭാഷ പഠിപ്പിച്ചത് ഉണ്ടാവില്ല കയ്യിൽ. വെറുതെ പറഞ്ഞാണ്, നമുക്കൊരു സിനിമ പാട്ടായാലും മതി. ഇനിയിപ്പോ 3 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറട്ടെ. പള്ളി പാടണ ഒരു പാട്ടുണ്ട് സർ. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, യേശുവേ നീ വരുമോ? എന്നോടു ചേരാൻ, എന്നുള്ളിൽ വാഴാൻ, എന്നരികിൽ നീ വരുമോ? എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ, വൈകാതെ വന്നിടണേ ആത്മനായക. അത്ര അറിയൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് മറ്റുള്ള ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ അവതരിപ്പിച്ചോട്ടാ. ഇതിന്റെ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ചെറിയതായിട്ടൊന്ന് റിലാക്സ് ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ പാടാനായിരിക്കും, ചിലപ്പോ പറയാനായിരിക്കും. ഞാൻ 15 വർഷം പാട്ട് പഠിച്ച തൊണ്ട വയ്യാത്തോണ്ടാണ് സാർ ഞാൻ പാടാത്തെ. യെസ്. ഓക്കെ ഓക്കെ. ആൻസിക്ക് ഞാൻ അടുത്ത പ്രാവശ്യം അവസരം പറഞ്ഞേച്ചാൽ മതി. യെസ്. ഓക്കെ ഓക്കെ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ.
നമ്മുടെ അപ്പുറത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ക്ലാസ് എടുക്കുന്നതിൽ ഒരു ശ്രീലക്ഷ്മി എന്ന കുട്ടിയുണ്ട്. അപ്പോ അതിങ്ങനെ ഒരു 5 പേരെ ഇതിന്റെ അധികം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ചെല്ലുമ്പോൾ സാറേ അതിന്റെ അടിയിൽ അത് എഴുതി ഇടും, ഇന്ന 5 പേര് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കുട്ടി നന്നായിട്ട് പാട്ട് പഠിച്ചാണ്. അപ്പൊ ഇതിങ്ങനെ അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ലാസ്റ്റ് ആകുമ്പോൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ 10 മിനിറ്റ് ഒക്കെ അതിനോട് കൊടുക്കും. അപ്പൊ അത് നന്നായിട്ട് ഡീൽ ചെയ്യും. ഓക്കെ, ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സോ അതുവരേക്കും വണക്കം. ഓക്കെ സർ. Thank you, sir. Thank you, sir. ഓക്കെ, വെൽക്കം. Thank you, sir. ഓക്കെ.